ഉണ്ടാക്കാൻ പോകുന്നു. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് പാസ്ത കൊണ്ടുള്ള ഒരു പായസമാണ്. ഈ കമ്പനിയുടെ ഈ പാസ്ത കുറച്ച് വേവിച്ച് കട്ട് ബാമ്പിനോ ചെയ്ത് കമ്പനിയുടെ വെച്ചിട്ടുണ്ട്. പാസ്ത ചെറുതാക്കി കട്ട് വേവിച്ച് ചെയ്ത് വെച്ചതാണ്. ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല ഒരു സ്മൂത്താക്കിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നീട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് മാറ്റി വയ്ക്കണം. ഉരുക്കി പിന്നീട് ശർക്കര പാനിലേക്ക് അത് ശർക്കര നമ്മൾ മധുരം പാകത്തിന് മധുരം ഇട്ടിട്ട് ഉരുക്കി അത് ഈ വേവിച്ച പാസ്തയിലേക്ക് ഒഴിച്ച് ഇളക്കണം. അത് ഡ്രൈ ആയിട്ട് വരണം. കുറച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരച്ചെടുക്കണം. അപ്പോൾ അതിൽ മധുരം നന്നായിട്ട് പിടിക്കും. ഇതിലേക്ക് ഡ്രൈ ആയിട്ടുള്ളതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് പാലൊഴിച്ച് ചേർക്കാം. ഈ പാല് കുറച്ച് വന്ന് കുറച്ച് വറ്റി കഴിഞ്ഞാൽ കറണ്ട് പോയി വെളിച്ചത്തിൻ്റെ നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശർക്കരയിൽ നന്നായിട്ട് വറ്റി. അപ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു. ഒരു ഗ്ലാസ് അളവിൽ പാലൊഴിക്കാം. അത് ഒഴിച്ച് ഒന്ന് തിളച്ച് പാകാവാണ്ട് ഒന്ന് കുറുകിയ നമ്മൾ സേമിയൊക്കെ ഒഴിക്കുമ്പോൾ കുറച്ചൊരു കുറുകിയ അളവ് വരും. അപ്പോൾ അതുപോലെയുള്ളൊരു പാകമാണ്. അത് ഏകദേശം ആയിട്ടുണ്ട്. അങ്ങനെ അതുപോലെ കുറുകിയ പാകമായിട്ടുണ്ട്. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വിതറിയിട്ട് ചൂടാറുമ്പോൾ അടുപ്പിലാക്കി ഉപയോഗിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത് വേറൊരു വീഡിയോ ആയിട്ട് വരാം.